നമുക്ക് യോഗ എല്ലാ ബുധനാഴ്ചയും നമുക്ക് യോഗ ഉള്ള ദിവസമാണ്. നമുക്ക് മുമ്പത്തെ യോഗയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ആസനങ്ങളും യോഗയുടെ ഇതുമാണ് ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ സാറ് അദ്ദേഹം ഇന്ന് നമുക്ക് യോഗ ആരംഭിക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. യോഗ നമ്മൾ ബുധനാഴ്ച യോഗയുടെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂര്യനമസ്കാരം ചെയ്യുന്നില്ല. നമ്മുടെ ലൂസായി പിന്നെ ഇതൊരു മലന്ന് കിടന്ന യോഗ, സ്പെഷ്യൽ യോഗ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ആ ബ്രീത്തിങ് ചെയ്തിട്ട് നമ്മളൊരു റിലാക്സേഷൻ ചെയ്യും. ബ്രീത്തിങ് നമ്മളൊരു 7:30 yoga. Let us start with the break. And again back to breathing. The deep inhale here. Exhale. Friendly to your neck. One inhale here. One more. Exhale. One more. Loosening. Need to go. Body. Our heartbeat. Normal heartbeat. Our heartbeat. പറ്റുകയാണെങ്കിൽ നമുക്കൊരു 120 വരെ ഹാർട്ട് ബീറ്റ് എത്താൻ വേണ്ടി നോക്കണം. അപ്പോഴേ നമ്മൾ പ്രത്യേകിച്ച് ഡയബറ്റിക് ലെവൽ കുറയണമെങ്കിൽ ഹാർട്ട് ബീറ്റ് മസ്റ്റ് കം ടു 120. ഒന്ന് ടൈറ്റാക്കി വെച്ചുകൊണ്ട് ചാടാൻ പോവാണ്. ടൈറ്റാക്കി പ്രഷറൊന്ന് ടൈറ്റാക്കി പിടിക്കാം. അത് ചാടില്ല. ഒരു 120 വരണം. ഓക്കെ, നിർത്തരുന്നില്ല. നിർത്തിയാൽ അതിൻ്റെ എഫക്റ്റ് പോയി. നിർത്താൻ പാടില്ല. കൈ പിടിക്കും. നോർമലായിട്ട് ബ്രീത്തിങ് എക്സൈൽ ചെയ്യുക. കഴിഞ്ഞോടത്തോളം വായ തുറക്കാണ് ചെയ്യണം. മൂക്ക് കൂടെ മാത്രം. വായ തുറന്നാൽ പെട്ടെന്ന് റിലാക്സ് ആവും. ഹാർട്ട് ബീറ്റ് കിട്ടില്ല. ഞാനും അധികം പറയില്ല, ഞാൻ ചേഞ്ച് മാത്രമേ പറയൂ. Change. Back. Turning. Turn again. Stop. Try again. Heartbeat on the left.
Bueno. Relax. കണ്ണിരിക്കണം. Look at floor. Ceiling. ഇനി വലിയ മോളിൽ നോക്കുക. Change. Rotation. Floor, left window, top ceiling, right window. 4-5 times, one direction. Opposite. കണ്ണിന്റെ വ്യായാമങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യണം. once a week open wide. Well. ഇതിന്റെ റിവേഴ്സ് ആണ് ക്യൂസ്. നമുക്ക് യൂസ് ചെയ്യാം. കയ്യിൽ നമുക്ക് നോക്കാം. സ്ട്രെങ്ത്. കണ്ണടച്ചിട്ട് 3 times. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഒരിക്കൽ പ്രസ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് വരട്ടെ. മൂക്കിൻ്റെ രണ്ടുപേരിലോട്ട് പടയും ചെറുതായിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും പക്ഷെ താഴത്തേക്ക് മൂക്ക് ക്ലിയർ. ഇവിടെ ഇയറിൽ അപ്പ് ആൻഡ് ഡൗൺ. ജീവി ഉള്ളിലും സെൻസിറ്റീവ് ഓർഗൻസ് രണ്ട് സൈഡിൽ മുകളിലേക്ക് രണ്ട് പേരിലും ചെവിന് അടുക്കി വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ. റൊട്ടേഷനാണ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. Clockwise, anti-clockwise. ഇവിടുന്ന് ഓടിക്കുക. രണ്ടുപേരിലും ഓടി. തല അങ്ങോട്ട് കഴുത്ത് പുഷ് ചെയ്യാം. ഇവിടെ ഈ നെർവ്സ് തയ്ക്കണം. മറ്റേ കൈ ചെറിയൊരു വേദന കാരണം താഴ്ത്തുന്നു.
ബാക്കിലേക്ക്. എക്സേൽ. ബാഡി ചെസ്റ്റിനോടൊന്ന് കംപ്രസ്. ബാഡി പ്രസ് ചെയ്യണം. ഷോൾഡർ പോകരുത്. ടച്ച് ചെയ്യൂ. ടച്ച് ചെയ്യൂ. സ്ലോ റൊട്ടേഷൻ. എക്സേൽ. ഒരു 3-4 ടൈംസ് വൺ ഡയറക്ഷൻ മാത്രം. സ്പീഡ് കൊണ്ട് തലവരിയും. ഓപ്പോസിറ്റ് ചെയ്യും. ലെഫ്റ്റ് റൈറ്റ്. ഒന്ന് ജെർക്ക് ചെയ്യും. കൈക്കാണ്. കൈ നിർത്തിപ്പിടിക്കും. 4 പേരും പ്രസ് ഓപ്പൺ. മുട്ടി മടക്കരുത്. പ്രസ് ഓപ്പൺ. പ്രസ്. ഇവിടെയുള്ള ഗ്ലാൻസ് ആണ്. അഡ്രിനൽ ഗ്ലാൻസ്, പാൻക്രിയാസ്, ലിവർ, കിഡ്നി. അഡ്രിനൽ ഗ്ലാൻസ്, പാൻക്രിയാസ്, ലിവർ, ഹാർട്ട്. ഈ 4 പ്രസ്സിംഗ് വരും. പ്രസ് ഇവിടെ കിട്ടും. നാലെണ്ണം നടക്കണം. Thumb inside. Up, down. Wrist വേദന. Good. മറ്റേ കൈ. Again, here we go. Rotation, wrist rotation, clockwise and anti-clockwise. ഇങ്ങനെ പിടിക്കും. കൈ പിടിക്കും. രണ്ട് പേര്. Elbow, working. Side leg, left shoulder, open. Rotation. കൈയിന്റെ കൂർപ്പ് പഠിപ്പിച്ചു വരണം. ബ്രെയിൻ ആക്ടിവിറ്റി എക്സസൈസ് ആണ്. ബ്രെയിൻ ആക്ടിവിറ്റി ഇത് മാത്രമല്ല, 1-2 മസാജ് ഉണ്ട്. ബ്രെയിൻ ആക്ടിവിറ്റി. ക്ലോക്ക് വൈസ് ഇരിക്കും. നേരെ ആന്റി ക്ലോക്ക് വൈസ്. ഈ കോളർ വൺ റെപ്പ് ചെയ്യാം. ഓരോന്ന് റെപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ റെപ്പ് ചെയ്യാം. ഈ എല്ല് പ്രസ് ചെയ്യാം. 3 പേരോട് പ്രസ് ചെയ്യാം. അത് നിങ്ങൾ ഇഷ്ടമാണ്. എങ്ങനെ റെപ്പ് ചെയ്യണോ നിങ്ങൾ റെപ്പ് ചെയ്യണം. ഞാൻ ഒരുമിച്ച് റെപ്പ് ചെയ്യാം. ആ ബ്രെയിനിന്റെ ഡൾനെസ് പോവാൻ. അൽഷിമേഴ്സ്, പാർക്കിൻസൺ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ നേരത്തെ 3 പേരിൽ മാത്രം മതി. ഇങ്ങനെ മാറ്റി മാറ്റം നോക്കുക. ഇങ്ങനെ പോകണ്ടോ? സിസ്റ്റം അങ്ങനെ പോകണം. തെറ്റിപ്പോയത് സിസ്റ്റം തെറ്റരുത്. 3 പേരിലും വിടുന്നു. ഈ നമ്മുടെ തലവേദന കൂടിയില്ലേ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രഷർ തൊട്ട് വിടുക. ആ ഞരമ്പ് ഇങ്ങനെ ആക്ഷൻ വേണം. തലയ്ക്ക് പോണ മെയിൻ ഞരമ്പാണ്. ബ്രെയിനിലേക്ക് പോകണം. ഞരമ്പോടെ ആക്ഷൻ. സെന്റർ പിടിക്കും. ഓരോന്നും പറഞ്ഞത് 30 സെക്കൻഡ്സ്.
3 പേരിലും ഇവിടെ ഈ ആണ് ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യണം. കഴുത്തൊന്ന് കഴുത്താദ്യം പ്രസ് ചെയ്യും. ഓക്കെ, നമ്മുടെ വാരിയിലൊക്കെ ഉള്ള എക്സസൈസ് ആണ്. ബോഡി വെച്ച് ഒരു സൈഡിലേക്ക് വരണം. നമ്മുടെ ഒരു സൈഡിലൊക്കെ പോട്ടെ. എക്സൈൽ ബ്രീത്തിങ് കൂടി കിട്ടും. ക്ലോക്ക് വൈസ് ഒരു 5-6 പ്രാവശ്യം. അപ്പോൾ നേരെ മുട്ടുമടക്കും. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. കാല് വിട്ട് വയ്ക്കാം. വീണ്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാം. 2 സൈഡിൽ ചെയ്യാം. അങ്ങനെ ഇരിക്കുകയാണ്. തോന്നിരിക്കുകയാണ്. തോന്നിരിക്കുക ആണോ? ഹീലണിക്കുക. എനിക്ക് മെനിക്കലാണ്. വിശ്വാമിത്ര സൂപ്പർ ബ്രെയിൻ യോഗ. വലത്തെ കൈകൊണ്ട് നേരത്തെ ചെവി ഇങ്ങനെ ചെവി മാറി മാറി ക്രോസ് പിടിക്കാം. ഇൻഹേൽ ചെയ്യാൻ പോകുക. എക്സേൽ ആണ്. ഇൻഹേൽ ചെയ്യാൻ പറ്റുന്ന പോകണം. ഇവിടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യും. മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യും. ടോ വാക്കിംഗ് ആണ്. നടക്കും. അപ്പ് ആൻഡ് ഡൗൺ. ടോല് വേണം. കംപ്ലീറ്റ് ബോഡി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. നടക്കും. Normal breathing by nose. Change to heel. Heel. Okay. കാല് പുറത്തേക്ക് മടക്കും. പടം വന്ന പ്രശ്നമില്ല. ഫുൾ മടക്കും. ഉള്ളിലേക്ക് മടക്കും. കാല് ഉള്ളിലേക്കും. ബ്രെയിൻ ആക്ടിവിറ്റിയിലാണ്. രണ്ട് കൈ ബാക്കിലേക്ക് വേണം. മുട്ട് വളയരുത്. മുന്നോട്ട് വിട്ടിരിക്കും. റൈറ്റ് 90 ഡിഗ്രി. 90 ആയി കൊടുക്കുക. 90 ആയി 10 10 കൊടുക്കുന്നത്
ഓപ്പോസിറ്റ് സൈഡ് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഫ്രണ്ടിലേക്ക് പോകരുത്. ഉണ്ടോ? അങ്ങനെയാണ്. സ്ട്രെയിറ്റ് ആണ്. ഓക്കെ. കാലം എങ്ങനെയാണ്? ഒന്നിരിക്കും സൈഡ്. പിന്നെ അഡ്വാൻസ് ചെയ്യും. ഉള്ളിരിക്കാൻ പറ്റും നോക്കൂ. ഒന്നിരിക്കണം. ഹിപ്പൊക്കെ സൺബൈ താഴൂ. അടുത്തത് 4-in-1. നമ്മുടെ നട്ടലിന്റെ 4 മൂവ്മെന്റ്സ് ആണ്. കാലം അങ്ങനെ തന്നെയാണ്. അറിയെല്ലാം ചെയ്യാറ്. ഇതിന്റെ മുട്ട് മടക്കരുത്. 1 ഏറ്റവും ഫ്രണ്ടിലേക്ക്, 2 ഏറ്റവും ബാക്കിലേക്ക്, 3 രണ്ട് സൈഡിലേക്ക്, 4 ശ്രദ്ധിക്കുക. ബാക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മളൊരു 6 പ്രാവശ്യം ചെയ്യും. കാലിന്റെ പൊസിഷൻ മാറരുത്. ഓക്കെ, സ്റ്റാർട്ട്. ബാക്കിലേക്ക് പോകണം. ഇവിടെ കാലം അങ്ങനെ തന്നെയാണ്. വാരിയല്ല ഇടത്തേക്ക് വലത്തേക്ക് കാലം ഇങ്ങനെ കൈ മോളിൽ പോകാൻ മറ്റേ കൈ. ഇതിൽ മുട്ട് കാലിന്റെ മുട്ട് മടക്കരുത്. ഓക്കെ, ക്ഷീണം വരെ ചെയ്യൂ. ക്ഷീണം വരെ ചെയ്യണം. തല മുകളിലേക്ക് പോകണം. ക്ഷീണിച്ചാല് ഇരിക്കും. ക്ഷീണിച്ചിരിക്കും. കാല് വിട്ടിരിക്കും. നല്ല ലെഫ്റ്റിരിക്കും. നിങ്ങളെ ബോഡിക്ക് ചേഞ്ച് ശ്രദ്ധിക്കുക. വലിയ ബ്രീത്തിങ്. വയറ് വീട്ടിലേക്ക് ഇൻഹേൽ ചെയ്യുമ്പോൾ എക്സൈൽ വയറ് വിളിക്കണം. തല ലെഫ്റ്റ്, തല ലെഫ്റ്റ്. ക്ഷീണം പോകുന്ന ഒരു വിദ്യയാണ്. ഓക്കെ, കാലം അങ്ങനെ തന്നെയാണ്. നമ്മളെ മുട്ടുവേദനയൊക്കെ മാറാനുള്ള എക്സസൈസ്. ചെറിയ ടച്ച് ചെയ്യാം, സാധാരണ ടച്ച് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്യണം. ഒരു ട്വിസ്റ്റ് ചെയ്യണം. ചെയ്യും ഒരു 6 പ്രാവശ്യം. നമ്മളെ ഡയബറ്റിക് ഫുഡ്, ഡയബറ്റിക് ആൾക്കാർക്കുള്ള പരിപ്പൊക്കെ പോലുള്ള എക്സസൈസ്. കാല് കൊണ്ടി വയ്ക്കും, അടിക്കും. ഈ 2 എല്ലാം അടിക്കാം. Rotation, clockwise, 6 times, anti-clockwise. Up, down. Stretch ചെയ്യാം. കാല് അടിക്കാം. Alternate. Mainly for diabetic ആൾക്കാർക്കുള്ള exercise. Together. Speed അടിക്കും. Speed. Speed അടിക്കും. Speed, speed. കാല് മടക്കി. Go to. ഇത് കൈ അങ്ങനെ ഡയബറ്റിക്കിനെ ചെക്ക് ചെയ്തിട്ടില്ല. എവിടെ പറഞ്ഞിട്ടോ? Full body stretching. Core muscles. രണ്ട് കാലം നേരത്തെ പറയണം. We have ഒന്ന് ഹോൾഡ് ചെയ്യുക. Exhale. 3 times.
Exhale. One more. Relax. കാലിന്റെ മുട്ട് വരെ പിടിക്കും. എൻ്റെ കൈ കാലിന്റെ മുട്ടിൽ നിങ്ങളെ മുട്ട് തന്നെ പോകാൻ മാത്രമുള്ള എക്സസൈസാണ്. കൈ മുഷ്ടി പിടിക്കണം. താത്തണം. അമർത്തി താത്തണം. ഇങ്ങോട്ട് താത്തണം. താഴത്തേക്ക് പ്രസ് ചെയ്യാം. More. Relax. And relaxing. Again, belly breathing. Okay, belly breathing. പിടിച്ചിട്ട് kick. കാലിന്റെ മുട്ട് ഫുൾ വരണം. ഒരു വരാ ഫുള്ള് വീറട്ടെ. ഫുൾ സ്ട്രെച്ച് ആവട്ടെ. അപ്പോൾ നിങ്ങൾ ജർവ് വരുള്ളൂ. നിഹാൽ ഒരു ഉമ്മ മറ്റേ കാര്യം. Inhale. Rotation. Clockwise. And anti-clockwise. Window. Inhale. Clockwise. Inhale. And then butterfly stroke. Hip in the line. Kale. Madiyilettu. Hip. Put it. Kale. Touch ചെയ്യണം. ഫ്ലോർ ടച്ച് ചെയ്യട്ടെ. വളരെ വളരെ ഈസി തന്നെ വേണം. സ്ലോലി സ്ലോലി ഈസി ആയിട്ട് വരും. Again, we move to inhale. മറ്റേ നമ്മളെ കോംപ്രസ് ഷോൾഡർ ഒക്കെ ഒന്ന് ടൈറ്റ് ആവും വയറ് പറയാം. ഇൻഹേൽ റിമൂവ് എടുക്കണം. Again, inhale. Full butterfly stroke. Kalam അടുപ്പിച്ചിരിക്കൂ. പൈൽസ് ആൻഡ് PCOD ഇത് രണ്ടും ചെയ്താൽ മാറുമെന്ന് ഡെഫിനറ്റ് ആണ്. ഉണ്ടെങ്കിൽ മാറും. പോട്ടെ. This uses the muscles automatic pulley. You have that again. Let me bring it. Okay. അടുത്ത നമ്മൾ കുട്ടി വർക്കാണ്. ട്രാവലിംഗ് ദ ബേബി. കുട്ടീനെ പതുക്കെ ഇങ്ങനെ പിടിക്കും. സിംഗിയോ ഇങ്ങനെ പിടിക്കാൻ പറ്റും നോക്കട്ടോ. സിംഗ് എപ്പോൾ ഞാൻ വേറെ കംപ്രസ് ആവുള്ളൂ. ഇസ്മാൽ പിടുത്തം പോരട്ടോ. നീ വേറെ പുതിയ കുട്ടി ഉണ്ടായാലും പറ്റുന്നുള്ളൂ. ഇസ്മാൽ പിടിച്ചു ഒന്ന് ഇങ്ങോട്ട് തലയ്ക്ക് ഒന്ന് ഇന്ത്യയിൽ കാലിന് അങ്ങനെ റീസെറ്റ്. ഓക്കെ മറ്റേ കാര്യം അതേമാതിരി സെയിം ഇനിയാണ് നിങ്ങൾ ബോഡി ഇറക്കും. ഒത്തരക്ക് വരുമ്പോ നമുക്ക് നമ്മൾ റിലാക്സ് സ്റ്റേജാണ്. കാല് വെച്ചിരിക്കുക. പല ലെഫ്റ്റ് ഇങ്ങനെ വയറ് ദീർപ്പിക്കണം.
ഇനി നമ്മൾ അരക്കിട്ടു. കാലിങ്ങനെ വെച്ച കാല് നേരെ കഴിക്കില്ല, ഇങ്ങനെ അടിച്ചു. കൂട്ടുകളിൽ ഇങ്ങനെ വെച്ച കാല് ഇങ്ങനെ ഇത് വേണം. ഇൻഹേൽ, എക്സേൽ. ഒരു കാല് കൂടി കാല് ചെയ്യണം. വയറ് കംപ്ലീറ്റ് ട്വിസ്റ്റ് ചെയ്യണം. Again inhale, turn to the side. Exhale, twist ചെയ്യാണ് തെറ്റുന്നത്. now twist ചെയ്യും. ബാക്ക് ചെയ്യും. നട്ടെല്ലാം ബാക്കിലും ടൈറ്റ്നസ് വരും. കാല് കൂട്ടിയേക്കും. സെയിം കാല് കൂട്ടിയേക്കാം. Inhale, exhale to side ke tale irukkan mane. Complete ആയിട്ട് പോണം. നമ്മുടെ അപ്പർ ബോഡി കൈയിലുള്ള എക്സസൈസ് ആണ്. ബൈസെപ്സ് ഒക്കെ. Inhale, exhale, നെറ്റി മുട്ടിക്കുക. വീണ്ടും inhale, ഓരോ മാറി മാറി ചെയ്യും. നെറ്റി മുട്ടിക്കണം. നോടി relax. Different movements on it. Inhale, exhale. 6 times one direction. Good. Nalla ariyade. Opposite. Back pain ഒക്കെ മാറും. കാലിലേശം കേൾക്കും. Same. The opposite side. കാല് കുറച്ചുകൂടി ഉപയോഗിക്കും. ഇത് ശരിക്കും ആത്മാർത്ഥമായിട്ട് അരക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ഇത് രാവിലെ നിർത്തിയായിരുന്നു വീട്ടില്. ഓക്കെ. Opposite. Okay. നിങ്ങളടുത്ത് വെരിക്കോസ് വെയിൻസ് ഒന്നും വരാണ്ടിരിക്കാനും ഉണ്ടെങ്കിൽ പോവാനും ലേശം കാലം എടുത്ത് വയ്ക്കാം. 2 കാലിൽ വേറിൽ പിടിക്കും. ആ പിടിക്കുന്ന കാലിലെ സ്ട്രെച്ച് ആവും. കംപ്ലീറ്റ് നേരത്തെ സ്ട്രെച്ച് വരും. കാലിന്റെ മുട്ട് പോകരുത്. ഒന്ന് ഇൻഹേൽ ചെയ്യും. എക്സേൽ. കടതാട്ടെ. ഒരു 6 ടൈം കടതാട്ടെ. പക്ഷേ തല നെറ്റ് മുറിക്കാൻ നോക്കൂ. നമ്മുടെ ഇസ്മയിലിന്റെ വീഡിയോ നോക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓ ചെയ്യൂ ചെയ്യൂ ചെയ്യൂ. കേട്ടോ, വെരി ഗുഡ്. ശ്രീകുട്ടിന്റെ കേട്ടോ. വ്യായാമം കൂടിയോ? മുട്ട് പിടിക്കും. കൈൻ്റെ മുട്ട് പിടിക്കും. താഴട്ടെ ഫ്രണ്ടിൽ വയ്ക്കും. നെറ്റി പിടിക്കാൻ വേണ്ടി നോക്കൂ. നെറ്റി എപ്പോഴാണ് സ്ട്രെച്ച് ചെയ്യുള്ളൂ. ഹാർട്ടിലേക്ക് പോകണം. വെയിനൊക്കെ കംപ്ലീറ്റ് പുള്ളിയാണ്. നമ്മള് മൂസാക്കിന്റെ ബീജം കുറച്ചൊക്കെ വലിയ കുഴപ്പമില്ല. ഓക്കെ. നെറ്റി പിടിക്കാൻ പറ്റുന്നുണ്ടോ? നെറ്റി കൂട്ടണം. നമ്മള് ഡിഫറെന്റ് വെറൈറ്റി
breathing fully by nose. അയടാവുന്ന പിടിക്കണം, വായ കൂടണം, മൂക്കിടെ മാത്രം ഫുൾ ബോഡി ഷേക്ക് ചെയ്യണം. നിങ്ങൾ എപ്പോഴാണ് ടയർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരുന്ന് കിടക്കുക. ഓക്കെ, ഒരു 3-4 ആൾ കിടന്നാൽ കിടക്കും, അതുവരെയും ചെയ്യും. 3 people കിടന്നാൽ ബുദ്ധിമുട്ട് ചെയ്യേണ്ട, ക്ഷീണം വരുമ്പോൾ കിടന്നോളൂ, ഒരു കുഴപ്പമില്ല. റിലാക്സിംഗ് ആണ്, റിലാക്സ് ചെയ്യുന്ന എക്സസൈസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ യോഗ ചെയ്യും, അപ്പോൾ നിങ്ങളുടെ ബോഡി ഒന്നുകൂടി ഫിറ്റ് ആവും. ഇങ്ങനെ ഇരുന്നോളൂ, പക്ഷെ തെറ്റരുത്. വലത്തെ കാലിൽ ചോട്ടില്, വലത്തെ കാലിൽ ചോട്ടില്, ഇടത്തെ കാലിൽ മുകളിൽ. അത് മാറരുത്, കാല് മാറാൻ പാടില്ല. ഓക്കെ, ശരി. വായക്കുടി മൂക്കൂടെ മാത്രം ചെയ്യണത്. ബോഡിയൊക്കെ വിയർക്കും, തലയിരിയും, തലക്ക് വേദനയ്ക്ക് വരും. ഓക്കെ, ക്ഷീണം വരെ മറന്നു നടക്കാം. ഈ റിപ്പീറ്റ് ചെയ്തില്ല. ഓക്കെ, സ്റ്റാർട്ട്. Exhale, വായിക്കൂടെ. Relax, 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 relax. Your body, relax, relax. കാല് വിട്ട് വയ്ക്കും, കയ്യെ വിട്ട് മലർത്തി വയ്ക്കും, കണ്ണ് തുറന്നു കിടക്കും. ഓപ്പൺ യുവർ ഐസ്. കണ്ണടയ്ക്കണ്ട. നമ്മുടെ കാല് മുതൽ അരക്കെട്ട് റിലാക്സിംഗ് ആണ്. ഇൻഹേൽ ചെയ്തിട്ട് എന്ന് പറയാം കേട്ടോ. കാലിന്റെ അടി മുതൽ അരക്കെട്ട് വരെ വരും. ഒരു 4 times പറയാം. ഇൻഹേൽ, നിങ്ങളുടെ അടിവയറ് താഴ്താണ് പോണം. അടിവയറ് താഴെ താഴ്താണ് പോണം. ഇൻഹേൽ, one more, last one. അടുത്തത് നിങ്ങളുടെ പൊക്കിള് തുടങ്ങിയിട്ട് നെഞ്ചി വരെ റിലാക്സിംഗ് ആണ്. നീട്ടി പറയാട്ടോ. ഒരു 3-4 times.
മൂന്ന് റൗണ്ട് 3-4 ടൈം ഇൻഹേൽ more. Last one. ഒരു മൂന്നും കൂടി ഒരുമിച്ച് ചെയ്യും മൂന്നും കൂടി more. Last one. Yes. Relax, relax, relax. നമ്മളെല്ലാ മസിൽസും ടൈറ്റാക്കി റിലാക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ മസിൽസും തൈ മസിൽസ്, കാഫ് മസിൽസ്, ചെസ്റ്റ്, കണ്ണൊക്കെ അമർത്തി പിടിക്കണം. ക്ലോസ് കണ്ണടയ്ക്കണം. ഫുൾ ടൈറ്റാക്കി ഒരു ഹോൾഡ് ചെയ്യും. ഹോൾഡ് പറയുമ്പോൾ ടൈറ്റാക്കി ഹോൾഡ് ചെയ്യുക. ബ്രെത്ത് ഹോൾഡ് ചെയ്യുക. റിലാക്സ് പറയുമ്പോൾ കയ്യും കാലും വിടുക. ഓക്കെ, റിലാക്സ് ചെയ്യുക. ഒരു 3 ടൈം ചെയ്യും. ഓക്കെ, ഇതിപ്പം കാലിൽ കൂട്ടി വയ്ക്കും. ഇതിൽ പറയാം QRT പറയും. ക്വിക്ക് റിലാക്സേഷൻ ടെക്നിക് QRT. കാലിൽ കൂട്ടി വയ്ക്കും, കൈ കൂട്ടി വയ്ക്കും. ഓക്കെ, deep inhale, inhale, tighten calf muscle, tighten thigh muscle, chest muscle, stomach muscle, shoulder, face, tighten, kannavarthi jeevu, tighten, tight. Relax. കാല് വലിച്ച് പിടിക്കണം. ടൈറ്റ് ചെയ്യണം. കാല് full ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു പിടിക്കണം. എല്ലാ മാസം ടൈറ്റ് ആവണം. ഓക്കെ, again കാല് കൂട്ടി വെക്കൂ, കൈ കൂട്ടി വെക്കൂ. inhale, tighten calf muscle, thigh muscle, stomach, back muscle, chest, shoulder, face muscle, tighten. Exhale. Exhale ചെയ്യുമ്പോൾ exhale ചെയ്യാം. കംപ്ലീറ്റ് കൈ കാലം കൂട്ടിടാം. റിലാക്സ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വൺ. അഗൈൻ കാല് കൂട്ടി വയ്ക്കുക, കൈ കൂട്ടി വയ്ക്കുക. ഇൻഹേൽ, ടൈറ്റൻ കാഫ് മസിൽ, തൈ മസിൽ, ഷോൾഡർ, ഫേസ്, ബാക്ക് മസിൽ, ടൈറ്റൻ. Relax. Okay, relax. Okay, എണീറ്റിരിക്കും. Slowly get up. എണീറ്റിരിക്കും. Slowly get up. Sit in Vajrasana. വജ്രാസനം അറിയാത്തവർക്കൊന്നും പറഞ്ഞാൽ വജ്രാസനത്തെ പൊസിഷൻ പറഞ്ഞാൽ അറിയാത്തവർ ഉണ്ടാവില്ല. അറിയാത്തവർക്ക് അറിയാം, അറിയാത്തവർക്ക് പറഞ്ഞു. വജ്രാസനം കാല് നിർത്തി വയ്ക്കുക. ഇങ്ങനെ വെച്ചു. ആദ്യം വലത്തേക്കാലം മടക്കി ഇങ്ങനെ സിറ്റിങ്ങിൽ വെച്ചു. ഓടി ടേൺ ചെയ്തു. ഇടത്തേക്കാലം മടക്കി. അതാണ് വജ്രാസനം. ഇരിക്കണം. ശരി. അതുകൊണ്ട് കുറച്ച് വൈകിട്ട് കേട്ടോ. നമ്മൾ പകുതി എക്സസൈസ് കഴിഞ്ഞു.
ഓക്കെ, വലത്തെ കൈ വയറിന് മുകളിൽ വെക്കൂ, ഇടത്തെ കൈ ചെസ്റ്റിൽ, ക്ഷീണം മുകളിൽ വെക്കുക. ഇൻഹേൽ വയറിൽ വെക്കണം, എക്സേൽ വായിക്കണം. ഓക്കെ, ചെയ്യാം. ഒരു 6 പ്രാവശ്യം ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഫാസ്റ്റ് എക്സേൽ അല്ല, സ്ലോ. വയറ് പ്രസ് ചെയ്ത് കൊണ്ടു. One more. നമ്മളിന്ന് 3-4 യോഗ ചെയ്യും. മലിന കർമ്മ യോഗയാണ്. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അടുത്ത് ചെയ്തിട്ടില്ല. വിപരീത കർണി, സർവാംഗാസനം, പിന്നെ നമ്മൾ സേതുബന്ധാസനം, മത്സ്യാസനം. വിപരീതകർണി, സർവാംഗാസനം, മത്സ്യാസനം, സേതുബന്ധം, 4 ഓക്കെ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകും. ഒന്ന് ഡീപ്പിംഗ് കഴിയും. ഈ സർവാംഗാസനം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ അറിയില്ല, നോക്കാം, പറ്റുന്നവർ ചെയ്യാം. വിപരീതകർണി ബുദ്ധിമുട്ടില്ല. നല്ല എടുക്കാം. രണ്ട് കാലം ഒരുമിച്ച് വെക്കും. കാല് വെച്ച് പിടിക്ക് മുകളിലേക്ക്. കാലിന്റെ ആംഗിള് മുകളിലേക്ക് പോയിന്റ് ചെയ്യാം. അരക്കെട്ട് ഫുള്ള് കാല് സ്റ്റഡി ആവണം. 9 ഡിഗ്രി കാല് മുകളിലേക്ക് വെച്ച് പിടിക്കും. നോർമൽ വലിയും ആ ബ്രെയിനിൽ ബ്ലഡ് വരും. കാല് മടങ്ങരുത്, കാല് നൂർത്തി പിടിക്കണം. വിട്ടിയും പതുക്കെ കാല് താത്തിക്കൊണ്ടിരും. സ്ലോലി കാല് താത്തിക്കൊണ്ടിരും. റിലാക്സ്. അടുത്തത് വിപരീത കർണി. ഞാനത് കേണി. രണ്ട് മുട്ട ലാസ്റ്റ് കേക്ക് രണ്ട് കാലിൽ മുട്ട മടക്കി പിടിക്കും. മുട്ട മടക്കി പിടിക്കാം. അരക്കെട്ട് ഉയർന്നിട്ട് രണ്ട് കൈയും അരക്കെട്ട് സപ്പോർട്ട് ചെയ്യും. അരക്കെട്ട് സപ്പോർട്ട് ചെയ്യാം. രണ്ട് കാല് അടുപ്പിച്ചുകൊണ്ടിരും. രണ്ട് കാല് അടുപ്പിച്ചുകൊണ്ടിരാ. ഇപ്പൊ നമ്മുടെ കഴുത്ത് ചെസ്റ്റ് പ്രസ് ചെയ്യണം. ഓക്കെ, പുറത്തേക്കാല് 9 ഡിഗ്രി പുറത്തേക്കാല് 9 ഡിഗ്രി കാല് വലിച്ചു പിടിക്കണം. 9 ഡിഗ്രി ആണ്. കാല് താത്തു. മറ്റേ കാല് 9 ഡിഗ്രി ആവണേ. കാല് താത്തി റിലാക്സ് ചെയ്യും. റിലാക്സ്. കാലുവിട്ട് കൈവിട്ട് കൈ മലർത്തി കാലുവിട്ട് വരും. അടുത്തത് അരക്കെട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കാല് രണ്ട് പൊങ്ങട്ടെ. രണ്ട് കൈ അരക്കെട്ടിലാണ്. രണ്ട് കാല് പൊക്കി പിടിക്കും. എന്നിട്ട് ആ കാല് പതുക്കെ 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 താഴത്തേക്ക് വരട്ടെ. താഴത്തേക്ക് ആംഗിൾ 45 ഡിഗ്രി വരണം. രണ്ട് കൈയും അരക്കെട്ടിലായിരിക്കും. രണ്ട് കാലും 45 ഡിഗ്രി വരണം. ബ്രീത്ത് ചെയ്യൂ. കാലിന്റെ മുട്ട മടങ്ങരുത്. ബ്രീത്ത്. internal organs.
മുട്ട മടങ്ങാണ്ട് കയ്യിലെ പിടിക്കണം. പതുക്കെ കാലിന്റെ മുട്ട മടക്കി താത്തി റിലാക്സ്. അടുത്താണ് ലക്ഷം ബുദ്ധിമുട്ട് അറിയില്ല, സർവാംഗാസനം എന്ന് പറയും. നിങ്ങളെല്ലാവരും ഇപ്പൊ പേരാണ് സർവാംഗ ആസനം. സർവാംഗാസനം അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. എല്ലാവരും ബോഡിക്ക് പറ്റിയ എല്ലാ കണ്ണ്, കഴുത്ത്, കഴുത്ത്, ബോഡി എല്ലാം എല്ലാവരും പേര് തന്നെ സർവാംഗാസനം എന്നുള്ള പേര്. ഓക്കെ, അത് നോക്കാം, ചെയ്യാൻ വേണ്ടി നോക്കാം. കാല് മുട്ട് മടക്കി ഫുള്ള് ബോഡി ഉയർത്തി ലിഫ്റ്റ് ചെയ്യും. ബോഡി ലിഫ്റ്റ് രണ്ട് കൈ നിങ്ങളെ വാടിയുടെ ചോട്ടിൽ വരണം. ബോഡി നേരെ 90 ഡിഗ്രി. കഴുത്ത് ചെയ്യണം. രണ്ട് കൈയും ചോട്ടിൽ വാടിയിട്ട് വരണം. ലാസ്റ്റ് നോക്കില്ല ചെയ്യണം. ശരിയായിട്ട് നോക്കൂ. ബ്രീത്ത് ചെയ്യൂ. കാലൊന്ന് മടക്കി നിർത്തൂ. കാല് മടക്കല്ല, ആംഗിൾ മടക്കി നിർത്തും. കാലിന്റെ ആംഗിൾ മാത്രം. കാലൊന്ന് സ്പ്രെഡ് ചെയ്യുക, പതുക്കെ ടച്ച് ചെയ്യുക. ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ടച്ച് ചെയ്യുക. സ്ലോ മൂവ്മെന്റ്സ്. പതുക്കെ മുട്ട മടക്കി റിലാക്സ്. കാല് വിട്ട് വയ്ക്കും, കൈ വിട്ട് റിലാക്സ്. ഇത് കഴിഞ്ഞ ഉടൻ ചെയ്യണം. മറ്റേ റിവേഴ്സ് ചെയ്യണം, മത്സ്യാസനം ചെയ്യണം. കാല് വിട്ട് വയ്ക്കും. അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ട് തന്റെ സെന്റർ ബാക്കി നമ്മൾ കാല് വെച്ച് പിടിക്കും. തലയുടെ സെന്റർ ടച്ച് ചെയ്യണം. അത് മൂർധാവ് ടച്ച് ചെയ്യണം. രണ്ട് കൈയും വയറിന്റെ മുകളിൽ വയ്ക്കും. ബുദ്ധിമുട്ടുള്ള തല ഒന്നുകൂടി ബാക്കിലേക്ക് വരുക. രണ്ട് കൈയും വയറിന്റെ മുകളിൽ. പതുക്കെ റിലാക്സ്. അഡ്വാൻസ് മത്സ്യാസനമാണ്. അടുത്ത അഡ്വാൻസ് മത്സ്യാസനം. ഇരിക്കും. അഡ്വാൻസ് മത്സ്യാസനമാണ് അടുത്തത്. നമ്മൾ ലാസ്റ്റ് യോഗ. കാല് മടക്കി വയ്ക്കും. ചെയ്യാൻ പറ്റുമെന്ന് നോക്കിട്ടോ. നമ്മൾ ഇതേമാതിരി തന്നെ കംപ്ലീറ്റ് ബാക്കിലേക്ക് പോകണം. തലയുടെ സെന്റർ എന്നിട്ട് ചെയ്യണം. അപ്പോൾ നല്ല വലിയ വരും. ഹൈ മസിൽസ് നല്ല വലിയ വരും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തോന്നിക്കോളൂ. ഓക്കെ, ഇനി ഇരുന്ന ശേഷം ഒരു കൈ കുത്തി, മറ്റേ കൈ കുത്തി പതുക്കെ പൊസിഷനാക്കിയിട്ട് തലയുടെ സെന്റർ കൊണ്ടുപോയിട്ട് നോക്കൂ. തലയുടെ സെന്റർ വരണം. മരുന്ന് കിടക്കല്ലോ. തലയുടെ സെന്റർ രണ്ട് കൈയുമായിരുന്നു. പതുക്കെ ഇരുന്നോ. നിങ്ങളെ ബാക്ക് പെയിനൊക്കെ മാറുന്നു. വരുന്നോ? ബാക്ക് പെയിൻ പോവാനേ കിടക്കാം.
എന്നിട്ട് ഒന്ന് ഇങ്ങനെ അപ്പൊ അതിനൊരു മനസ്സിലാക്കി ചെയ്യണ്ട. അപ്പൊ അതിനെ ബാക്ക് കൈക്കാണ് ഇങ്ങനെയാണ് കുറച്ച് ഓക്കെ. വീട്ടിൽ നിൽക്കും. എൻ്റെ കയ്യും ഇത് നേരെ ഈ കൈയിൻ്റെ രണ്ട് കൈയിൻ്റെ നടുക്ക് തല, രണ്ട് കൈയും ബാക്കിൽ വെച്ചിട്ട് മടിച്ചു പിടിക്കും. Relax. നമ്മൾ ബ്രീത്തിങ് കിടക്കണം. ബ്രീത്തിങ് സൂര്യ നമസ്കാരം വേണ്ട. നമസ്കാരമാണ് ഒരുപാട് ജീവിതമുണ്ട്. സൂര്യനെ കുറച്ച് മിസ്സായി പോലെ ടയർഡായില്ലേ? ഡോക്ടർ ഇതെല്ലാം ഫിറ്റായി. ഓക്കെ. ബ്രീത്തിങ് ആണ്. അത് നമ്മുടെ എനർജി ബ്രീത്തിങ് ആണ്. എനർജി ടൈം ബ്രീത്തിങ്. ടൈഗർ ബ്രീത്തിങ് അതും എനർജി കിട്ടുന്ന ബ്രീത്തിങ് ആണ്. ടൈഗർ ബ്രീത്തിങ്, പൂച്ച. എനർജി മാത്രമല്ല നട്ടിലെ കാര്യങ്ങളും. വജ്രാസനം, ഒരു കൈയ്യ് ഫ്രണ്ടിലേക്ക്, ഒരു കൈ കറക്റ്റ് പുരുഷമാണ്. ഒരു പറയാ സിറ്റ് ഇൻ വജ്രാസനം. ആദ്യം വജ്രാസനം ഇരിക്കുക. ഒരു കൈ ഡിസ്റ്റൻസ്, ഒരു കൈ മുട്ടിൽ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുക. രണ്ട് കൈയും ഫ്രണ്ടിലേക്ക് വെക്കുക. കയ്യിലും പൊങ്ങ, കാലിലും പൊങ്ങ, മുട്ടിലും പൊങ്ങ. ഒരു പാം ഡിസ്റ്റൻസ് ഫ്രണ്ടിലേക്ക്. ഇനി നമ്മൾ നോക്കൂ. കയ്യും മടങ്ങരുത്, കാലും മടങ്ങരുത്. നട്ടല് മാത്രം ഇൻഹേൽ ചെയ്യുമ്പോൾ നട്ടല് ഉള്ളിലേക്ക് വളയണം. എക്സൈൽ നട്ടല് പുറത്തേക്ക് വളയണം. ഓക്കെ. മുകളിലേക്ക് നോക്കൂ. പൂച്ച ഏറെ പിടിക്കുമ്പോൾ ഞാൻ പിടിക്കും. നോക്കിയിട്ടുണ്ടോ? അതൊന്ന് എനർജി ചാർട്ട് ചെയ്യാം. നട്ടിൽ സ്ട്രോങ് ചെയ്യാൻ പറ്റുന്ന എനർജി. ഓക്കെ. കഴുത്തിന് ശേഷം സോളോ ബ്രീത്തിങ്. 3 പ്രാവശ്യം വിഴുങ്ങണം, കുടിക്കാൻ വിഴുങ്ങണം. എന്നിട്ട് വായ്പയുടെ വളരെ സ്ലോ 50 times. ഇവിടെ ചൂട് ടൈറ്റായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ കളകട്ടെ. ലാസ്റ്റ് വൺ. ഇവിടെ കുണ്ടല ശക്തി
ആക്ടിവിറ്റി ആണ്. കംപ്ലീറ്റ് നെർവ്സ് ഇതിലൂടെയും ചെയ്യുക. കണ്ടിന്യൂ പറയാനില്ല. കൂടുതൽ വേണം. ലാസ്റ്റ് കംപ്ലീറ്റ് ശ്വാസം ഒട്ടുമില്ലാതെ വരുമ്പോ ഒന്ന് പുഷ് ചെയ്യാം. ആ പുഷിങ് സമയത്ത് നമ്മളെ സ്പിന്നർ മസിൽസ് ടൈറ്റ്. ഒരു 1 സെക്കൻഡ്. അപ്പോൾ ദിവസം മറ്റുള്ള ദൂരത്തിരിക്കട്ടെ, വളയരുത്. മറ്റുള്ള ദൂരത്തിലേക്ക് വളയരുത്. Deep inhale you. Exhale. At the same inhale. Continuation, remaining. ചക്രയാണ് എടുത്തത്. വയറിന്റെ നെഞ്ചിന്റെ കൊണ്ട. ഫസ്റ്റ് ചിന്മുദ്ര. ചേഞ്ച് പറയുമ്പോ ചിന്മയ മുദ്ര. പിന്നെ ചേഞ്ച് പറയുമ്പോ ബ്രഹ്മമുദ്ര. സഞ്ജു ഫസ്റ്റ് ഈ മുദ്രയാണ്. അടുത്തതില് ഹു പറയുമ്പോ മുദ്ര മാറണം. പിന്നെ ഹ്രീ പറയുമ്പോ മുദ്ര മാറണം. 3 മുദ്രയില് 3 ആക്ഷൻ വരുന്നത്. നിങ്ങൾ ഇത് പിടിച്ചിട്ട് ഹ്രീ ഹ്രീ പറഞ്ഞാൽ ആക്ഷൻ കിട്ടില്ല. നോക്കണ്ട്. ഇത് ഇവിടേക്കാണ് മൂവ്മെന്റ്സ് വരും. ആദ്യം വയറുള്ളിലേക്ക് പുറത്തേക്ക് പോകണം. ഡീപ് ഇൻഹേൽ ചെയ്യൂ. എക്സേൽ. 2 ഷോർട്ട് ബ്രെത്ത്. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ ഷോർട്ട് ബ്രെത്ത് ആണ് കേട്ടോ. അങ്ങനെ വയറുള്ളിലേക്ക് നല്ല ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് പോകണം. മസിൽ കൺട്രോൾ. സ്റ്റാർട്ട്. വജ്രാസനം. 2 കൈയും കിടക്കാൻ പറ്റില്ല.
പൊക്കിളിന്റെ ചോട്ടില് അമർത്തി പിടിക്കണം, തെറ്റരുത്. പൊക്കിള് ബ്ലോക്കാവാനേ ലൈനിലൂടെ പ്രത്യേകം പറയണേ. പൊക്കിളിന്റെ ചൂടിലാണ് വേണ്ടത്, അടിവയറാണ്. അത് നിങ്ങൾ ഇന്നാലേ പഞ്ചായത്തിൽ മറ്റേ കിട്ടിയെന്നില്ല, പഞ്ചായത്തിൽ കിട്ടും. ഒരിക്കലും പൊക്കിള് ബ്ലോക്കാക്കരുത്. ഇൻഹേൽ, എക്സ്ഹേൽ. അടുത്ത ഹോൾഡിങ്ങും ഇൻഹേൽ, ഹോൾഡ്. എല്ലാം കൈ കൊടുക്കോ. Exhale. Second time inhale. Hold. Exhale. Last one, inhale. Hold. Exhale. Good. ഇതിനുള്ള ബോഡിയൊക്കെ കൊണ്ട് ആകാൻ വരികയാണ്. അടുത്ത നമ്മുടെ ബ്രെയിനിലേക്ക് പോവാണ്. ബ്രെയിൻ ആക്ടിവിറ്റി ഇല്ല പറയണം. ഈ ഇല്ല നാവ് മറ്റേത് നാവ് അപ്പർ ജോ മടക്ക, ഉള്ളിക്ക് പോണ്ട. നോക്കൂ, ഇല്ല, അതാണ് ഈ വരുന്നില്ല. ഈ തെറ്റി പോണ്ടാന്നാ പറയുന്നത്. ഓക്കെ, ആ ഈ പറയുന്ന അടുത്ത് ചേർക്കും വരിക. ശ്വാസം വെച്ചോ. ഡെവലപ്പ് ചെയ്യും. എന്താ പറയുക, ബുദ്ധി കഴിയുമ്പോൾ അതൊക്കെ ബ്രെയിൻ വിൽക്കുന്നതാണ്. നമ്മൾ ചെയ്തില്ലേ ഇതൊക്കെ, എല്ലാം ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഇത് നമ്മൾ ഇവിടെ നമ്മുടെ ബ്രീത്തിങ് നടക്കണേ. പ്രാണായാമം, വെറൈറ്റി ഓഫ് പ്രാണായാമം. അതിന് മുമ്പ് അത് സഞ്ജുവിന്റെ ഒരു വണ്ടി ഓടിക്കണ്ടേ, സഞ്ജുവിന് വണ്ടി ഓടിക്കണ്ടേ. ആ സഞ്ജുവിനെ അവിടെ കൊണ്ട് ഭംഗിയാക്കണ്ടേ വണ്ടി 3 times. നേരെയോ ശ്വാസം പുറത്തേക്ക് മാത്രം വേണം. വയറുള്ളിലേക്ക് പുറത്തേക്ക് പോകണം. ശ്വാസങ്ങൾ വലിക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. പുറത്തേക്ക് വരുമ്പോൾ പൊട്ടപ്പൻ ഉള്ളിലേക്ക് വരും. നീന്തി വയറ് നിർത്താറുണ്ട്.
ഭസ്ത്രിക പ്രാണായാമം. നേരത്തെ പറഞ്ഞ മാതിരി 4 പേരിലും പ്രസ് ചെയ്യണം. ഗ്ലാൻസ്, adrenal glands, liver, kidney, pancreas. അതേമാതിരി പ്രസ് ചെയ്യണം. സ്റ്റാർട്ട്. Forward. Stop and straight. Go. Again. ഇതിനോട് ചെയ്യാൻ പറ്റിയ സെക്ഷൻ ബ്രീത്തിങ്. എന്റെ കൈ വലിയ പറ്റി പിടിക്കും. എന്റെ ഷോൾഡർ പറ്റി പിടിക്കണം. ഒരു 3 times, 3-4 times. Change. തലയില്, കഷക്കുഴിയില്, 4 പേരിലും ഫ്രണ്ടില്, ഷോൾഡർ ലിഫ്റ്റ്. ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. അടിവയറ്, ലോവർ പോർഷൻ, ലോവർ പോർഷൻ. 2 കൈയും ഷോൾഡറും ബാക്കിലേക്ക് വലിച്ചു പിടിക്കും. നല്ല മാക്സിമം പുള്ളി പിടിക്കാം. ഇൻഹേൽ വയറ്. എക്സ്പെയർ പുഷ് ചെയ്യാം. തലവരില് ഹിപ്പിൽ വയ്ക്കും. സോ പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യണം. ഹം വയറ് കൂടണം. കൈ കൂടി വേണം. സോ ഹം, സോ ഹം, സോ ഹം, സോ ഹം. വയറ് പ്രസ് ചെയ്യൂ. സോ ഹം, 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 സോ ഹം. നിങ്ങളെ ബ്രെത്ത് വിത്ത് വോക്കൽ കോഡ് ക്ലിയർ ആക്കണം. വയറിന്റെ പ്രശ്നങ്ങൾ. ഇനി നമ്മുടെ മെയിൻ ബ്രീതിങ് കൂടുതൽ എടുക്കാം. മെയിൻ ബ്രീതിങ് കിങ് ഓഫ് പ്രാണായാമം. കാല് കടയുന്നുണ്ടെങ്കിൽ ഒന്ന് ബുദ്ധിമുട്ടിരിക്കില്ല. കടയുന്നവർ മാത്രം ഒന്നിങ്ങനെ ഇതൊക്കെയാ അത് സെക്രേഷൻ വരല്ലേ. കാരണം വെച്ചിട്ടുണ്ടോ കടയില്ല. ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ കുറേ ബുദ്ധിമുട്ട്. ഇതിൽ നമ്മുടെ മുദ്ര നാമസ്തിക മുദ്രയാണ്. മുദ്ര പെട്രോൾ പിടിക്കുക. അല്ലെങ്കിൽ ഹോൾഡിങ്ങിൽ പിടിച്ചാൽ മതി. പക്ഷേ ഈ മുദ്ര പിടിക്കുന്നത് പ്രത്യേക കൊണ്ട്. ഓക്കെ, ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടും. ഹോൾഡ്. Exhale, right. Inhale. Hold. Exhale. Hold. Exhale, right. Inhale.
Exhale. Last one here. Hold. Exhale, right? Here. Hold. Exhale. Normal deep breathing. Holding under deep breathing on. Left hand here. Good luck, go. Okay. Very good. Yeah. Okay. Good. Hold 1, 2, 3, 4, 5. Hold 1, 2, 3, 4, 5. So, we clapping. Variety. 1 എന്ന് പറയുമ്പോൾ 1 അടിക്കുക. 2 പറയുമ്പോൾ 2 ക്ലാപ്പ് ചെയ്യുക. 3 പറയുമ്പോൾ 3 ക്ലാപ്പ് ചെയ്യുക. 4 പറയുമ്പോൾ 4 ക്ലാപ്പ് ചെയ്യുക. പിന്നെ 5 പറയുമ്പോൾ ലേശം മാറ്റം മുമ്പ് ചെയ്താണ് 5 ക്ലാപ്പിനെയാണ്. ഒന്ന് പറഞ്ഞുതരാം. 1, 2, 3, 4, 5. അങ്ങനെ ചെയ്യാം. നോക്കുന്നുണ്ട് മാറ്റം ഒരുപാട് നോക്കുന്നുണ്ട്. തൊട്ടാ പോലെ അടിക്കണം. ഏയ് ഗോൾഡ് കൊണ്ടാണ്. 1, 2, 3, 4, 5. ഒരു മാറ്റമൊന്നുമില്ലേ? ഒരു നേർവ് ടൈപ്പൊക്കെ പോയില്ലേ കയ്യിന്റെ? ആയിട്ടില്ല. ശരിക്കും